ആഗോള രാജ്യങ്ങളിൽ മങ്കി പോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. രോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നിർദ്ദേശിച്ചത്. 2022 എംപോക്സ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനം സ്റ്റാൻഡേർഡ്സ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നുവെന്നും അതനുസരിച്ചുള്ള ഐസൊലേഷൻ, സാമ്പിൾ കളക്ഷൻ, ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സർക്കാർ, സ്വകാര്യ ആശുപത്രികളും ഈ SOP കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ലോകമാകെ 116 രാജ്യങ്ങളിലാണ് ഇതുവരെ ഈ ഒരു മങ്കി പോക്സ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ് അതിഭീകരമായി രോഗം പടരുന്നത് എന്നുള്ളതാണ്. ഈ വർഷം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 16,700 കേസുകളും 570ഓളം മരണങ്ങളുമാണ് രാജ്യത്ത് മാത്രം, അതായത് കോങ്കോയിൽ മാത്രമായി റിപ്പോർട്ട് ചെയ്തത്. 2022 മുതൽ 2024 മാർച്ച് വരെ ഇന്ത്യയിലാകെ 30 കേസുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. 2022 ജൂലൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ കുരങ്ങുപനി കേസ് അഥവാ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ്. 2022 മുതൽ ആഗോളതലത്തിൽ 116 രാജ്യങ്ങളിൽ നിന്ന് 99,176 കേസുകളും 208 മരണങ്ങളും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് എംപോക്സ് രോഗമെന്ന് പരിശോധിക്കാം. മനുഷ്യരിലും മറ്റു ചില മൃഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധി അഥവാ വൈറൽ രോഗമാണ് കുരങ്ങു വസൂരി അല്ലെങ്കിൽ വാനര വസൂരി എന്നറിയപ്പെടുന്ന മങ്കി പോക്സ്. പനി, വീർത്ത ലിംഫ് നോഡുകൾ, കുമിളകൾ രൂപപ്പെടുകയും പിന്നീട് പുറംതോട് രൂപപ്പെടുകയും ചെയ്യുന്ന ചുണങ്ങ് എന്നിവയാണ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ്. എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമായി ഇത് രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. തീവ്രത കുറവാണെങ്കിലും 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. 1958-ൽ കുരങ്ങുകളിൽ ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തിയത് ആ വർഷമാണ്. 1970-ൽ DR കോങ്കോയിൽ ആദ്യമായി മനുഷ്യരിൽ രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ശരീരത്തിനുള്ളിൽ കടന്ന് 21 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. അസുഖം തീവ്രമാകും മുൻപ് കൃത്യമായ പരിചരണത്തിലൂടെ 2-4 ആഴ്ചകൾക്കുള്ളിൽ രോഗമുക്തി നേടാനാകും. എന്നാൽ പ്രതിരോധശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ, ഗർഭസ്ഥ ശിശു തുടങ്ങിയവരിൽ ആരോഗ്യം വഷളാകാനുള്ള, അതായത് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എംപോക്സിൽ എങ്ങനെയാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കോവിഡോ അല്ലെങ്കിൽ H1N1 ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ്. രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക, ലൈംഗിക ബന്ധം, കിടക്ക, വസ്ത്രം എന്നിവ സ്പർശിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത ഉണ്ടാകാമെന്നുള്ളതാണ്. അതിനാൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഈ മുൻകരുതലുകൾ ഉറപ്പായും സ്വീകരിക്കണം. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മുഖത്തും കൈകാലുകളിലുമാണ് ഇത്തരത്തിൽ കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടാം. ആദ്യഘട്ടങ്ങളിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖമായിരുന്നെങ്കിലും ഇപ്പോഴത്തെ വകഭേദം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്നതാണ്. അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംപോക്സ് ഉണ്ടാകുക. വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കണം. രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഗൗൺ, N95 മാസ്ക്, ഗ്ലൗസ്, കണ്ണട എന്നിവ ധരിക്കണം. ഇതോടൊപ്പം രോഗിയെ എത്തിക്കുന്ന ആശുപത്രിയെയും വിവരം അറിയിക്കണം. രോഗി N95 മാസ്കോ ട്രിപ്പിൾ ലെയർ മാസ്കോ ധരിച്ചിരിക്കണം. മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മൂടത്തക്ക വിധം വസ്ത്രം പുതപ്പിക്കണം. രോഗിയെ എത്തിച്ച ശേഷം ആംബുലൻസും ഉപകരണങ്ങളും കൃത്യമായും അണുവിമുക്തമാക്കണം. കൂടാതെ രോഗിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാർഗനിർദ്ദേശമനുസരിച്ച് നിർമ്മാർജ്ജനം ചെയ്യണം. വ്യക്തി ശുചിത്വം പാലിക്കുക. അതുപോലെ വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. മാംസാഹാരങ്ങൾ നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക എന്നിവയും രോഗത്തിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ്. 2022-ലാണ് എംപോക്സുമായി ബന്ധപ്പെട്ട ഒരു ലോകാരോഗ്യ സംഘടന അവസാനമായി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള കുരങ്ങുപനി വ്യാപനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ലാൻഡ് പോർട്ടുകളിലും പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിലുടനീളമുള്ള 32 ലബോറട്ടറികൾ വൈറസ് പരിശോധിക്കാൻ സജ്ജമാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും നിലവിലെ രോഗവ്യാപനം അതിൻ്റെ ഒരു അവസ്ഥ ഒട്ടും ആശ്വാസം നൽകുന്നതല്ല. അതിനാൽ തികഞ്ഞ ജാഗ്രതയും മുൻകരുതലും സ്വീകരിക്കേണ്ടതാണ്. അത് അത്യാവശ്യം തന്നെയാണ്.